ഹായ് കൂട്ടുകാരെ, ഞാൻ രമ്യ സന്ദീപ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചുകുളങ്ങര അമ്പലത്തിലാണ്. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നതിൻ്റെ പ്രധാന കാരണം, ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ 15ാമത്തെ ദിവസമാണ്. ഇവിടെ ചിക്കിരക്കിരുത്തുക എന്ന് പറയും. ചിക്കിരക്കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേന് ഒരു പ്രത്യേക നേർച്ചയുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ 21 ദിവസം ഇവിടെ ഇരുത്തി ഭജന ഇരുത്തി വരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൽ എൻ്റെ ചേച്ചിയുടെ മോളും ഉണ്ട്. അപ്പം മോളെ കാണുന്നതിന് വേണ്ടിയിട്ടും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങൾ തന്നെ ഒരു 5-8 പേരുണ്ടായിരുന്നു. കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അപ്പോൾ ഇവിടുത്തെ ഒത്തിരി കുഞ്ഞുങ്ങൾ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ദേവിയായിട്ടും ദേവനൊക്കെ ആയിട്ട് ഒരുങ്ങി നല്ല ഭംഗിയാണ്. നമ്മളത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിമനോഹരമായിട്ട് ഭയങ്കര ഭക്തിപൂർവ്വമായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ പ്രധാനമായിട്ടും വന്നത് എൻ്റെ ചേച്ചിയുടെ മോടെ ചിക്കിരക്കിരുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടോ, എനിക്കിത് എന്താണെന്ന് അറിയാത്തവർക്ക്, എന്നെപ്പോലെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പം 21 ദിവസം അമ്പലത്തിൽ താമസിച്ച്, അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ച് 3 നേരം അമ്പലത്തിൽ പോയി തൊഴുത് 2 നേരം പ്രദക്ഷിണം വെച്ച് അങ്ങനെ 21 ദിവസം. അതിൻ്റെ ഇടയിലൊക്കെ ഓരോരോ പ്രധാന ചടങ്ങുകളുണ്ട്. ഈ 21 ദിവസമാണ് ഇവിടെ അമ്പലത്തിലെ ഉത്സവം. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ് ഇത്. ഒരുപാട് ആളുകൾ, 3000-4000 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഇവിടെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആളുകൾ ദൂരെ നിന്നുള്ളവരും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ കുഞ്ഞിനെ താമസിക്കാനും, കുഞ്ഞും അച്ഛനും അമ്മയും ആർക്കും വേണമെങ്കിലും താമസിക്കാം. ഇതിൻ്റെ അമ്പലത്തിനോടടുത്ത് തന്നെ ഇതുപോലെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. അവിടെ റൂം ബുക്ക് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. ആ ഒരു വർഷം, ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ ഈ വർഷമേ ബുക്ക് ചെയ്യണം കേട്ടോ. ആ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വന്ന് താമസിച്ചാണ് ഈ ചടങ്ങിൽ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇവിടെയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആദ്യം കുഞ്ഞിനെ നല്ല രീതിയിൽ ഒരുക്കണം. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇതിൽ അണിഞ്ഞൊരുങ്ങുന്നത്. അപ്പോൾ അതിന് ആദ്യം ഒരുക്കുന്നതിന് അവിടെ ഒരാളുണ്ട്. നമ്മളപ്പോൾ എങ്ങനെയാണ് ഒരുക്കുന്നതെന്നൊക്കെ ആദ്യം ഒന്ന് കാണാം. പൂജാലക്ഷ്മി എന്നാണ്. മോളെ ഒരുക്കി കഴിഞ്ഞു. മോളെ പോലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ ഒരുങ്ങി നിരനിരയായിട്ട് നിൽക്കുന്നത്. അപ്പം ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ അങ്ങോട്ട് പോവുകയാണേ.
എല്ലാം അറിയാവുന്ന ഒരു സാറുണ്ട്, വിനോദ് സാറ്. സാറിനോട് നമ്മൾ ഇന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. സാർ, എൻ്റെ പേര് വിനോദ്. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രപരവും ഐതിഹ്യപരമായിട്ട് രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റാണ് ഉള്ളത്. ദേവി ഐതിഹ്യപരമായിട്ട് ദേവി ഒരു കപ്പലിൽ കളിച്ചു വന്നു. ഈ പ്രദേശത്ത് അന്ന് കടലായിരുന്നു. ആ കടലിൽ ഇവിടെ എത്തിയപ്പോൾ ആ കപ്പൽ ഉടഞ്ഞു വന്നു. അന്ന് പിൽക്കാലത്ത് ദേവിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഒരു ബ്രാഹ്മണ കുടുംബം ദേവിയുടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ 1777 കാലഘട്ടത്തിലെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് വടക്കൻ മലബാറിലെ ഹൈന്ദവ ദേവാലയങ്ങളും ബ്രാഹ്മണ ഇല്ലങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ വേണാട്ടിലേക്ക്, പൊതുവെ സമാധാനം ഉണ്ടായിരുന്ന വേണാട്ടിലേക്ക് പലായനം ചെയ്തു. അത് കടൽ മാർഗം കരമാർഗം പോകുന്നതായിട്ടാണ് ചരിത്രരേഖയിൽ പറയുന്നത്. അപ്പോൾ കടൽ മാർഗം പോകുന്ന ഒരു കുടുംബം അവരുടെ ഉപാസനമൂർത്തിയായ ദേവിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഇവർ കടലിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ കപ്പലുടെയും ദേവിയെ ആകുന്ന ബ്രാഹ്മണ കുടുംബം ഇവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ദേവി കളിച്ച് വന്ന കുളങ്ങര ആയതിനാൽ ഇതിനെ കളിച്ചു കുളങ്ങര എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സ്ഥലനാമ പരിവർത്തനം ഉണ്ടായി കണിച്ചുകുളങ്ങര എന്ന പേരിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അതാണ് എൻ്റെ ചരിത്രം. 21 ദിവസമാണ് കണിച്ചുകുളങ്ങര ഉത്സവകാലം. കൊടിയേറി 21ാമത്തെ ദിവസമാണ് കൂട്ടക്കളം. എല്ലാ ദിവസവും കളമെഴുത്തുണ്ട്. അത് 41 കളമാണ്. അവസാനം കൂട്ടക്കളമായിട്ടാണ് പരിണമിക്കുന്നത്. എല്ലാം ദേവിയുടെ ചരിത്രമുള്ള ഐതിഹ്യത്തിൽ ബന്ധപ്പെട്ടാണ് കൊടിമര ചുവട്ടിൽ കളമെടുത്തുന്നത്. അത് വെളിച്ചപ്പോഴാണ് അത് ചെയ്യുന്നത്. അതെ, ചിക്കരക്കിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ ചില ദമ്പതിമാർക്ക് കുട്ടികളിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഇതിൽ ചക്കിയമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ചക്കിയമ്മ ഒരു മൃതശിശുവിനെ പ്രസവത്തോടുകൂടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചക്കിയമ്മയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് കണ്ടെത്തി അന്നത്തെ ദൈവജ്ഞന്മാർ ചക്കിയമ്മയെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പ്രതിഷ്ഠിച്ച കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളിലായിരുന്ന ദമ്പതിമാർ അവിടെ പായസം വെച്ചും വിളക്ക് തെളിച്ചും വഴിപാട് നടത്തി. അങ്ങനെയുള്ളവർക്ക് കുട്ടികളുണ്ടായപ്പോൾ അന്ന് ഉത്സവകാലത്ത് ഭജനയിരുത്തി കഴിഞ്ഞ് അന്ന് നിത്യദാന ചിലവിന് പോലും വകയില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അന്ന് ചക്കരയായിരുന്നു പ്രധാനപ്പെട്ട ചടങ്ങ്. അപ്പോൾ ഇവരുടെ ഭജനയിരിക്കുന്ന കുട്ടികൾക്കും ചക്കരയുടെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കരക്കള്ളി എന്നുള്ളൊരു ചക്കര നിക്ഷേപിക്കുകയും അത് തിരിച്ചെടുത്ത് 7ാം ദിവസം എടുത്ത് കൊടുക്കേണ്ട ഒരു കർമ്മമുണ്ട്. അപ്പോൾ അന്ന് ചക്കര വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതുകൊണ്ട് ചക്കര തിരിച്ച് കിട്ടാതെ വരുമ്പോൾ വെളിച്ചപ്പാട് ചക്കരക്കള്ളി എന്ന് വിളിച്ച് ഈ കുട്ടികളെ ദണ്ഡിക്കും. പച്ചയീർക്കിലോണ്ട് ചെറുതായി മൃദുവായി ദണ്ഡിക്കുമ്പോൾ ഈ കുട്ടികളുടെ ബാലാരിട്ടത് എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് വിശ്വാസം. അപ്പോൾ ചക്കരക്കള്ളി എന്നുള്ളതിനും മൊഴിമാറ്റം ചെയ്യപ്പെട്ട് ചിക്കരക്ക കുട്ടി എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇന്നത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവി സർവാഭരണ വിഭൂഷിതമായ ആടയാഭരണങ്ങൾ അണിഞ്ഞൊരുക്കുന്ന ദിവസം. ഇന്ന് മുതൽ ഇന്ന് എല്ലാ ദിവസവും പൂർണ്ണമായും നട തുറന്നിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അതിനൊപ്പം കുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്ന ഒരു ദിവസമാണ്. ദേവിക്കുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും നിലവറയ്ക്ക് നിന്നെടുത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണപ്പണിക്കാരനെ മെനുക്കിയെടുത്തത് ക്ഷേത്രം ശാന്തികൾ കുറച്ച് കഴിയുമ്പോൾ ഉച്ചപൂജ സമയത്ത് അണിയിച്ചൊരുക്കും. ഇവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട വഴിപാട് പുഴുക്ക് വഴിപാടുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 7ാം പൂജയ്ക്ക് മാത്രമേ പുഴുക്ക് വഴിപാടാകുന്നുണ്ട്. അത് മറ്റുള്ള വഴിപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭക്തജനങ്ങൾ നേരിട്ട് ദേവിക്ക് നിവേദിക്കുന്ന വഴിപാടാണ്. സാധാരണ ഒരു വഴിപാട് എഴുതി കഴിഞ്ഞാൽ പൂജാരിയാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് ദേവിക്ക് നിവേദിക്കുന്നത്. ഇത് ഭക്തർ തന്നെ നേരിട്ട് ദേവിക്ക് നിവേദിക്കുന്ന കർമ്മമാണ് പുഴുക്ക് വഴിപാട്. അത് ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമല്ല. ഇപ്പോൾ 360 ദിവസം ആയിരക്കണക്കിന് വഴിപാട് നടത്തുന്നുണ്ട്. ഇതിനകത്ത് അരിപ്പൊടി, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ജീരകം, ഏലക്ക, അങ്ങനെയുള്ള സാധനം, നെയ്യ്, പാലില്ല, നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വേവിച്ചെടുത്ത ഉണ്ട ഉരുട്ടി പുഴുങ്ങി എടുത്ത് ദേവിക്ക് ആദ്യം കൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യക്കാരാരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക.
ചക്കരക്കുട്ടി. മിന്നൂസ് എന്നാണ് ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത്. മിന്നൂസ് രാവിലെ തൊട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് നിൽക്കുക. ഇത്രയും ദിവസം എങ്ങനെയാ ആദ്യം പറയട്ടെ, സ്കൂളിൽ അവധി എടുത്തല്ലേ? ഈ അമ്പലത്തിൽ നമ്മളിപ്പോൾ വന്നിട്ട് 15 ദിവസമായി. മോൻ വന്നിട്ട് ഇവിടെ നേർച്ച തുടങ്ങിയിട്ട് ഇല്ലേ? ഇത്രയും ദിവസം മോൻ ഹാപ്പി ആയിരുന്നോ? നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരെ വല്ലതും കിട്ടിയോ ഇവിടുന്ന്? ഇരിക്കുന്നുണ്ട്, കൂട്ടുകാർ തന്നെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ റൂം എടുത്ത് താമസിക്കുക അല്ലേ? അതുപോലെ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും വരണോ ഇവിടെ? എന്നിട്ട് പ്രദക്ഷിണം ഉണ്ടല്ലേ? അപ്പൊ ഓരോരോ പുതിയ ഉടുപ്പുകളും പുതിയ ഉച്ചയ്ക്ക് പ്രദക്ഷിണമില്ല. ഉച്ചയ്ക്ക് നമ്മൾ എന്തിനു വരിക? ഉച്ചയ്ക്ക് ഒരു പൂജ ഉണ്ട്, അത് കണ്ടിട്ട് പോകും. രാവിലെ വൈകുന്നേരവും പ്രദക്ഷിണം ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും കൂടിയാ പ്രദക്ഷിണം ചെയ്യുന്നത് അല്ലേ? പുതിയ ഉടുപ്പും പുതിയ ആഭരണങ്ങളും ഒക്കെ ഇട്ട് പ്രദക്ഷിണം ചെയ്ത് ദേവിയുടെ മക്കളായിട്ടാണ് നമ്മളെ അപ്പൊ കാണുന്നത് അല്ലേ? കണിച്ചുകുളങ്ങര ദേവീ ക്ഷേത്രത്തെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും വലിയ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ, എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ചടങ്ങുകളോടുകൂടി 21 ദിവസത്തെ ഉത്സവം നടക്കുന്ന ഏക അമ്പലമായിരിക്കണം ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഭക്തിപൂർണ്ണമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.